മൊബൈലിൽ നിന്ന് പാട്ട് കേൾക്കാത്തവരുണ്ടാകില്ല. പാട്ട് കേൾക്കുന്നത് ഒരു വീക്ക്നെസ് തന്നെയാണ് ചിലർക്ക്. ഇഷ്ടംപോലെ പാട്ട് കേൾക്കും. അധികം ആൾക്കാരും പാട്ട് കേൾക്കും. അധികം ആൾക്കാരും എന്നല്ല, മോസ്റ്റ്ലി എല്ലാവരും പാട്ട് കേൾക്കും. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോണിൽ ഒരു ഡിഫാൾട്ട് മ്യൂസിക് പ്ലെയർ ഉണ്ടാവും. അതിലധികം ഫീച്ചറുകളൊന്നും ഉണ്ടാകില്ല. ഒരു സാധാ മ്യൂസിക് പ്ലെയർ. അതിന് പകരം നമുക്ക് ഒരു അടിപൊളി മ്യൂസിക് പ്ലെയർ ഉപയോഗിക്കാം. PI മ്യൂസിക് പ്ലെയർ എന്ന് പറയുന്ന ചെറിയൊരു മ്യൂസിക് പ്ലെയർ. മ്യൂസിക് പ്ലെയർ ചെറുതാണെങ്കിലും അതിന്റെ ഉപയോഗം വലുതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്ന് തോന്നിക്കേണ്ട മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. വേണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒഴിവാക്കി വെക്കുക. ആവശ്യക്കാർ വേറെ ഉണ്ടാവും, അവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്കുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ അവർ എവിടെ സ്കിപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് കൊടുത്ത് ഗാലറി പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഏത് തീമാണ് വേണ്ടത്? ഡാർക്ക് തീം വേണോ, ബ്ലാക്ക് തീം വേണോ, ലൈറ്റ് തീം വേണോ, ഗ്ലോസ് തീം വേണോ, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇപ്പം ഞാൻ അതിലുള്ള ഡിഫാൾട്ട് തീം തന്നെ സെലക്ട് ചെയ്ത്, പിന്നെ നമ്മുടെ ഫോണിലുള്ള എല്ലാ പാട്ടുകളും ഇതിൽ ഓഡിയോകളും ഇതിൽ ഡിസ്പ്ലേ ആവും. അതിലേതും നമുക്ക് പ്ലേ ചെയ്യാം. ഇപ്പം ഞാനൊരു പാട്ടൊന്ന് പ്ലേ ചെയ്യാന്ന്. ഇതിപ്പോൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതെനിക്ക് കോപ്പി റൈറ്റ് വരും. അതുകൊണ്ട് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് ഈ പാട്ടിന് ഒരുപാട് ഓപ്ഷൻസ്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഈക്വലൈസർ, മേലെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈക്വലൈസർ ഓൺ ചെയ്ത് ഈക്വലൈസർ കൊടുക്കാം. അതുപോലെ ഇതൊരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണേ, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 3 കുത്തുണ്ട് മേലെ ഭാഗത്ത്. ആ 3 കുത്തിലൊരു കുത്ത് കൊടുത്താൽ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് ആൽബം കവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ചേഞ്ച് ആൽബം കവർ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ആൽബം കവർ, ആ ഡിസ്പ്ലേയിൽ കാണുന്ന ഫോട്ടോ ഒന്ന് മാറ്റാം. നമുക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിക്ക് ഫ്രം ലോക്കൽ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഞാനവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത്, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. കണ്ടോ, ആ പാട്ടിന് നമ്മൾ സെറ്റ് ചെയ്ത ഫോട്ടോ ആണ്. ഇത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ ഈക്വലൈസർ, റിംഗ് ടോൺ കട്ടർ, നമുക്ക് ആവശ്യമുള്ള ഭാഗം റിംഗ് ടോൺ ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ലീപ്പ് ടൈമർ, നമ്മൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ ഒരു ടൈമർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ടൈം ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകുന്ന രീതിയിൽ ടൈമർ വെച്ചിട്ട് പാട്ട് കേൾക്കാം. അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. വളരെ സ്മാർട്ടായിട്ടും സ്മൂത്തായിട്ടും ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു മ്യൂസിക് പ്ലെയർ. ഉപകാരം തോന്നിക്കേണ്ട ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഞാൻ ആദ്യം പറഞ്ഞ് ആപ്ലിക്കേഷൻസ് ഒരുപാട് നല്ല ആപ്ലിക്കേഷൻസ് ഉപകാരമുള്ള എങ്ങനെ പരിചയപ്പെടുത്തും. അത് ഓരോന്നിനും ആവശ്യക്കാരുണ്ട്, അവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് കരുതി നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. നമുക്കിതൊരു തൊഴിലാണ്, നിങ്ങൾക്കിത് ആവശ്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. അത് നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.